ഹലോ, നല്ല നമസ്കാരം. സിദ്ധാർത്ഥ് ചതുർവേദി, മൃണാൽ താക്കൂർ എന്നിവർ അഭിനയിച്ച ദോ ദിവാനി ഷെഹ്റുമേ. ഒറ്റവക്കൽ പറഞ്ഞാൽ നല്ല വലിഞ്ഞ സിനിമ. റബ്ബർ ബാൻഡ് പോലെ നന്നായിട്ട് വലിപ്പിച്ച സിനിമ എന്ന് ഞാൻ പറയും. വെറുതെ സമയം കളഞ്ഞു. ഓക്കെ, ഇതിൻ്റെ മെയിൻ പ്ലോട്ട് നോക്കുമ്പോൾ മുംബൈ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിരിയുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രണയകഥയാണിത്. നായകനായിട്ടുള്ള ശശാങ്ക് ശർമ്മ മികച്ച ഒരു ജോലി ഉള്ള ഒരാളാണെങ്കിൽ പോലും സംസാരത്തിൽ ഷ എന്ന അക്ഷരത്തിന് പകരം സ എന്നാണ് ഉച്ചരിക്കുന്നത്. അദ്ദേഹത്തിന് അതൊരു വൈകല്യമായിട്ടാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ അപകർഷാബോധം അയാളെ ഒരുപാട് അലട്ടുന്നുണ്ട്. നായികയായിട്ടുള്ള റോഷ്നി ഒരു ബ്യൂട്ടി മാഗസിനിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റെ രൂപത്തെക്കുറിച്ചും പ്രത്യേകിച്ച് മൂക്കിൻ്റെ വലുപ്പത്തെക്കുറിച്ചും വലിയ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന ഒരാളാണ്. ഒരു മാട്രിമോണിയൽ സൈറ്റ് വഴി കണ്ടുമുട്ടുന്ന ഇവർ തമ്മിൽ തങ്ങളുടെ പോരായ്മകളെ അംഗീകരിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും പഠിക്കുന്നതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർക്കിടയിലുള്ള മാനസിക സംഘർഷങ്ങളെയും സോഷ്യൽ മീഡിയ നൽകുന്ന ഇൻസെക്യൂരിറ്റികളെയും അതോടൊപ്പം തന്നെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ രീതികളെയാണ് ഈ സിനിമ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ആക്ടിങ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഇതൊക്കെ നമുക്ക് നോക്കിയാൽ സിദ്ധാർത്ഥ ചതുർവേദിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ഒന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മൃണാൽ താക്കൂർ തൻ്റെ ക്യൂട്ട്നെസ് കൊണ്ട് ഒരുപാട് ക്യൂട്ട്നെസ് വാരി അങ്ങ് വിതറിയിട്ടുണ്ട്. സിനിമയുടെ ഒരു മെയിൻ അല്ലെങ്കിൽ നട്ടല് അല്ലെങ്കിൽ ഈ സിനിമയെ ഷോൾഡർ ചെയ്തത് മൃണാലാണ്. അവരുടെ കെമിസ്ട്രി നല്ല ഇതായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ചിലയിടത്തൊക്കെ വർക്കൗട്ടായില്ല, ചിലയിടത്തൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സംവിധായകൻ രവി ഉദ്യോവർ, അദ്ദേഹം വളരെ മനോഹരമായിട്ട് വളരെ ലളിതമായിട്ട് കഥ പറയാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ബെസ്റ്റ് വിഷ്വലുകൾ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു വില്ലന്മാരുടെ അഭാവം. ഈ സിനിമയിൽ സാധാരണ കാണുന്ന വില്ലന്മാരെ അല്ലെങ്കിൽ വീട്ടുകാരോ അങ്ങനെയുള്ള ഒരു എതിർപ്പുകളൊന്നും ഈ കഥയ്ക്കകത്തില്ല. അതുകൊണ്ട് തന്നെ അപകർഷാബോധമാണ് ഇവരുടെ മെയിൻ വില്ലൻ ആയിട്ട് തോന്നിയത്. പിന്നെ മലയാളിയുടെ പ്രശസ്ത സംഗീത സംവിധാനമായിട്ടുള്ള ഹിഷോം അബ്ദുൽ വഹാബ് ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നു എന്നത് ഒരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് കണ്ടപ്പോൾ തോന്നി. പിന്നെ സിനിമയുടെ ആരംഭത്തിലെ മെട്രോ സീനുകൾ മുംബൈ നഗരത്തിൻ്റെ ഭംഗിയെ ഒപ്പിയെടുക്കാൻ ക്യാമറയ്ക്കും സഹായിച്ചിട്ടുണ്ട്. പിന്നെ മൃണാൽ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്ന ചില വൈകാരികമായിട്ടുള്ള രംഗങ്ങളും വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സിനിമയുടെ അവസാനത്തെ ക്രെഡിറ്റിൽ കാണിക്കുന്ന ആ ടൈറ്റിൽ ട്രാക്ക് ഒരു കിടിലം സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ കണ്ട് കഴിഞ്ഞിട്ട് എഴുതി കഴിയുമ്പോൾ ഇറങ്ങി പോരുത്, അവിടെ ഒരു നല്ലൊരു കിടിലം പാട്ടുണ്ട്. പിന്നെ കൗശൽ ഷായുടെ സിനിമാറ്റോഗ്രാഫി സിനിമയ്ക്കൊരു ഹെവൻ ലുക്ക് നൽകുന്നുണ്ട്. കളർ ഗ്രേഡിങ്ങും ലൈറ്റിങ്ങും ഒരു നല്ല നിലവാരം പുലർത്തി എന്ന് തന്നെ പറയാം. പിന്നെ സച്ചിൽ ജിഗാർ അതോടൊപ്പം തന്നെ ഹിഷാം അബ്ദുൽ വഹാബ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ ആസ്മ എന്ന് പറയുന്ന ആ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കഥാപാത്രങ്ങളുടെ കോസ്റ്റ്യൂം, സിനിമയുടെ ആർട്ട് വർക്ക്, പിന്നെന്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു രീതി, സൗണ്ട് ഡിസൈനിങ് ഒക്കെ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ വിമർശനം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിമർശനമായിട്ട് പറയാൻ തോന്നിയത് മൃണാൽ താക്കൂറിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഒരുപാട് സൗന്ദര്യമുള്ള ഇൻസെക്യൂരിറ്റിയും തൻ്റെ മൂക്കിൻ്റെ വലുപ്പത്തെക്കുറിച്ച് രൂപത്തെക്കുറിച്ചും വലിയ തോതിൽ ആ ഒരു ഫീലുള്ള ഒരു പെണ്ണായിട്ട് ഇത്രയും ഗ്ലാമറസ് ഉള്ള ഒരു നടിയെ ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം അവർക്ക് യോജിക്കുന്നതാണോ എന്ന് കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു. ആ കഥാപാത്രത്തിന് യോജിച്ചതല്ലായിരുന്നു മൃണാൽ താക്കൂർ. പക്ഷേ ഈ സിനിമ തന്നെ പറയുന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നായികയുടെ ആ ഒരു ഇൻസെക്യൂരിറ്റിക്ക്
കാരണമായിട്ട് പറയുന്നത് ഏതോ കാലത്ത് അമ്മ നടത്തിയ ഒരു ചെറിയ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പരാമർശം 30 വയസ്സ് കഴിഞ്ഞിട്ടും പക്വതയുള്ള ഒരു യുവതിയായിട്ട് വളർന്നിട്ട് പോലും ഇത്രയും ചെറിയ കാര്യത്തിന് ഒരു ഡ്രാമ കൊണ്ട് നടക്കുന്ന ആ ഒരു സാധനമൊന്നും നമുക്ക് മനുഷ്യന് പെട്ടെന്ന് മുതിർന്നവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഈ സിനിമയുടെ പേസിങ് ആദ്യമൊക്കെ അത്ര ഓക്കെ കുഴപ്പമില്ലാതെ പോയി. പിന്നെ സെക്കൻഡ് ഇതിന് നോക്കിയപ്പോൾ ഒരുമാതിരി വലിച്ചു നീട്ടുന്ന സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. 2.25 മണിക്കൂർ സിനിമയുടെ ഒരു അരമണിക്കൂറെങ്കിലും കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമ ഇച്ചിലൂടെ ഗംഭീരമാകുമായിരുന്നു. പിന്നെ നായകനും നായകൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവർ അടുക്കുന്നതും വീണ്ടും പിണങ്ങുന്നതും, ഒരേ കാര്യം തന്നെ ആവർത്തിച്ചിങ്ങനെ മനുഷ്യനെ പ്രസ്റ്റേഷൻ അടുപ്പിച്ച് ഭ്രാന്തടുപ്പിക്കുകയാണ് സിനിമ. പിന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വില്ലൻ ഇല്ല സിനിമയിൽ. കാരണം വെച്ചാൽ സാധാരണ ഒന്നിൽ വീട്ടുകാരെ എതിർക്കാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ സിനിമയിൽ ഉടനീളം സിനിമയുടെ ആ ഒരു ബോറടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഇമോഷനായിട്ടുള്ള രംഗങ്ങളോ ഒന്നും തന്നെ ഈ സിനിമയിൽ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ്. ഒരു OTT സീരീസ് പോലെ ഫ്ലാറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കഥ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫ്ലാറ്റ് സാധനം, ഒരു ഇമോഷൻസും തോന്നുന്നില്ല. ചുരുക്കത്തിൽ അവർക്ക് എന്തൊക്കെയോ പറയാൻ തോന്നി, അതൊക്കെ പുതിയ കാലഘട്ടത്തിൻ്റെ ആ ഒരു വെച്ചിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു. പുതിയ തലമുറയുടെ മാനസികാവസ്ഥ എങ്ങനെയോ ഏതോ രീതിയിൽ അയാൾക്ക് പറയാൻ തോന്നിയത് അതൊരു വിക്ടിം കാർഡ് പോലെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പഴയ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ പുതിയ തലമുറയ്ക്ക് കൈമാറാൻ ഉള്ള ഒരു ശ്രമം നടത്തേണ്ടതായിരുന്നു. അല്ല അതിന് അപ്പുറം ഈ സമൂഹത്തിന് നൽകുന്ന, പുതിയ തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഈ സിനിമ? ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡ്രാമ അടിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയുക, കണ്ടിരിക്കാം എന്നതിനപ്പുറം വേറെ ഒന്നും തോന്നിയില്ല. പിന്നെ നായികയുടെ അമ്മ, ആ ഒരു കഥാപാത്രം നായികയുടെ അമ്മയായിട്ട് അഭിനയിച്ച അവരുടെ നായികയും അമ്മയും അനിയത്തി ചേട്ടത്തിമാരെ പോലെയാണ് എനിക്ക് തോന്നിയത്. 30 വയസ്സ് പ്രായമുള്ള മകളുള്ള ഒരു അമ്മയ്ക്ക് അല്പം നരയെങ്കിലും ഇടായിരുന്നടോ. നരയോ അല്ലെങ്കിൽ മുഖത്തൊരു ചുളിവ് പോലും ഇല്ല എന്നുള്ളത് വലിയൊരു അതിശക്തിയായിട്ട് എനിക്ക് തോന്നിയത്. സംഗീതമൊക്കെ ഒക്കെയാണ്, പക്ഷേ ആ പല പാട്ടുകളും ആവശ്യമില്ലാതെ പലയിടത്തും തിരികെ കയറ്റിയതുപോലെ ഉള്ള ഒരു സാധനം. അതോടൊപ്പം തന്നെ ഈ ലാസ്റ്റിലത്തെ ആ പാട്ട് വേറെ എവിടെയെങ്കിലും ആണ് പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ സൂപ്പറാകുമായിരുന്നു. കിടലൊരു പാട്ടാണ്, പക്ഷേ അതുകൊണ്ട് ഏറ്റവും അവസാനം കൊണ്ട് പ്ലേ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? വേറെ എവിടെയെങ്കിലും കാണാൻ അത് പ്ലേ ചെയ്തിരുന്നെങ്കിൽ നല്ല കിടില എനർജി ആയിരുന്നു. മൊത്തത്തിൽ എനിക്ക് കുഴപ്പമില്ലാത്ത ക്യാമറയും അഭിനയവും ഒക്കെ ഓക്കെയാണ്. പക്ഷേ തിരക്കഥയും അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിനനുസരിക്കാത്ത ഒരു കഥയും കഥാപാത്ര നിർമ്മിതിയുമാണ്. അതിനപ്പുറം ഒരു ഗംഭീര സിനിമയായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. OTTയിൽ വരുമ്പോൾ സമയം പോക്കാൻ വേണ്ടി കാണാവുന്ന ഒരു വലിയ ലവ് സ്റ്റോറി ആയിട്ടാണ് ദോ ദീവാനി ഷെഹർ മേ എനിക്ക് ഫീൽ ചെയ്തത്. താങ്ക് യു.